മയ്യനാട് സി കേശവ മെമ്മോറിയൽ ആരോഗ്യ കേന്ദ്രത്തിൽ വർഷം പഴക്കമുള്ള മാവിന്റെ ശിഖരം ഒടിഞ്ഞു. മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് സി കേശവ മെമ്മോറിയൽ ഫാമിലി ഹെൽത്ത് സെന്റർ മയ്യനാട് സി കേശവ മെമ്മോറിയൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 100-ലധികം പഴക്കം വരുന്ന മാവിന്റെ ശിഖരം ഒടിഞ്ഞു തൂങ്ങി അപകടം ഉണ്ടാവാൻ സാധ്യത. 100 കണക്കിന് രോഗബാധിതരും കൂട്ടിരിപ്പുകാരും ഡോക്ടേഴ്സും നഴ്സിംഗ് ഓഫീസേഴ്സ് ഉൾപ്പെടെ 50-ൽ പരം പ്രവർത്തനം നടത്തിവരുന്ന ആശുപത്രിയാണ് മയ്യനാട് കേശവ മെമ്മോറിയൽ ആരോഗ്യ കേന്ദ്രം. സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിൽ മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ കേന്ദ്രമാണ് കേശവ മെമ്മോറിയൽ ആരോഗ്യ കേന്ദ്രം. വാർഡ് മെമ്പർ സുനിൽ ആശുപത്രിയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. എല്ലാവരും ഇപ്പോഴും എന്തെങ്കിലും അപകടം പറ്റിയാൽ വിളിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ നമുക്കൊരു ആത്മവിശ്വാസമുണ്ട്. അവർ വന്ന് നമ്മളെ സഹായിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം എല്ലാവരും. അങ്ങനെ വിവിധ ഈ രക്ഷാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലാതെയൊക്കെ ഒരുപാട് നമ്പറുകൾ നമുക്ക് വാട്സപ്പിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ വരാറുണ്ട്. പക്ഷേ ഇന്ന് വയനാട് പഞ്ചായത്തിൻ്റെ നെറുകയിലുള്ള സി കേശവ മെമ്മോറിയൽ ഹോസ്പിറ്റൽ വളരെ അല്പം ഒരു ചെറിയ ഒരു വിഷയമുള്ളൂ. പക്ഷെ അത് നിലപ്പം നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകളുടെ ജീവന് ഹാനിയാകുന്ന ഒരു സംഭവം. അത് തെക്കനോടെ നിൽക്കുന്ന ഈ വലിയ മാവിൽ കയറാൻ ആളില്ലാത്ത സാഹചര്യത്തിൽ ഫയർഫോഴ്സിനെ വിളിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ എല്ലാ എക്യൂപ്മെൻറ്റ്സും ഉണ്ടെന്ന് അഹങ്കരിച്ച് പറയുന്ന ഫയർഫോഴ്സ് ഇവിടെ വന്നിട്ട് ഈ ഒരു ശിഖരം അവരെ കൊണ്ട് മുറിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്ന ഒരു ദാരുണമായ സംഭവമുണ്ടായി. 100 കണക്കിന് അതായത് 300-350ഓളം പേഷ്യൻസ് നോക്കി മാത്രം നടക്കുന്ന ഈ ഹോസ്പിറ്റലിൽ വീണ് കഴിഞ്ഞൊരു അപകടം ഉണ്ടായാൽ ആര് ഉത്തരവാദം, ആര് സമാധാനം പറയും? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഈ കൊച്ചുകുളപ്പങ്കാലത്ത് എനിക്കറിയാം കേരളത്തിൽ തന്നെ എല്ലായിടത്തും പേമാരിയും കാറ്റും ഒക്കെ നടക്കുന്ന സംഭവമാണ്. പക്ഷേ ഇതൊരു പൊതുസ്ഥാപനമാണ്. ആളുകൾ വന്ന് ദിവസവും നിത്യേന വന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനം. പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലമായതിനാൽ ഒട്ടനവധി ആളുകൾ അസുഖവുമായി ബന്ധപ്പെട്ട് ഈ വയനാട് ആശുപത്രിയാണ് സമീപിക്കുന്നത്. ഈ പ്രദേശവാസികളായാലും പരിസരത്തുള്ള എല്ലാവരും ഒരു സർക്കാർ ആശുപത്രി എന്ന നിലയിൽ വയനാട് ആശുപത്രിയാണ് വരുന്നത്. പക്ഷെ ഒരു അപകടം നടന്നാൽ ആര് സമാധാനം പറയും? ആരൊക്കെ പോയി പറയും? പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ നമ്മൾ വിളിച്ചു, അവർ വന്നു. ഞാൻ വരുന്നതിന് സെക്കൻഡ് പോലും വന്നിട്ട് നിൽക്കാതെ അവർക്ക് പറ്റില്ല എന്നും പറഞ്ഞ് പോകുന്ന ഒരു സംഭവമാണ് നടന്നത്. ഇത് വളരെയേറെ പ്രതിഷേധകരമാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ അവർ തന്നെ ഇതിന് മറുപടി പറയേണ്ടി വരുമെന്ന് ഞാൻ ഈ അവസരത്തിൽ ബോധിപ്പിക്കുകയാണ്. വലിയൊരു അപകടത്തിലേക്ക് വഴിവെക്കാതെ മാവിൽ നിന്നും ഒടിഞ്ഞ കൂറ്റൻ ശിഖരം മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചു. ന്യൂസ് കേരളം 24.